അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ കാഷിഫിൽ ലലാം ലക്കൽ മുൽക്കു വ അലൈക തവക്കുൽ. ഇന്ന് സംസാരിക്കുന്നത് തഖ്വയും തൗബയും ഉണ്ടാവാനുള്ള നല്ലൊരു കർമ്മത്തെ സംബന്ധിച്ചാണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് വയലുകളും കേട്ടു, എനിക്കിതുവരെ ഒരു തഖ്വയുള്ള ജീവിതം ലഭിച്ചിട്ടില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കണം, അതാണല്ലോ തഖ്വ. അങ്ങനെയുള്ളൊരു തഖ്വയുള്ള ജീവിതം എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. തൗബ ചെയ്യാനുള്ള പ്രേരണ, പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു പ്രേരണയൊന്നും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. എങ്ങനെയാണത് ലഭിക്കുക? ഫവായിദുൽ ഹിസ്സുൽ അസ്ന പോലുള്ള നിരവധി ആത്മീയ ചികിത്സാ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇമാം ഷബ്റാവി റഹ്മത്തുള്ളാഹി അലൈഹി തഖ്വയും തൗബയും ലഭിക്കാനുള്ള നല്ലൊരു ആത്മീയ കർമ്മത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനവറുകൾ നമുക്ക് ആ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: മൻ തക്കററ ഇസ്മല്ലാഹി യാ മുഅഖിർ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ യാ മുഅഖിർ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമമാണ് മുഅഖിർ, യാ മുഅഖിർ എന്ന ആ യാ മുഅഖിർ എന്ന ഇസ്മിനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. എന്നാൽ യനാലു തഖ്വ, അവൻ തഖ്വയുള്ള ജീവിതത്തെ എത്തിക്കും. വ തൗബത്ത, തൗബയെയും എത്തിക്കും. തൗബ ചെയ്യാനുള്ള പ്രേരണയും നല്ല തഖ്വയുള്ള ജീവിതവും അള്ളാഹു അവന് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ യാ മുഅഖിർ എന്ന നാമത്തെ പതിവായി ഉരുവിട്ടുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മെ ഉദ്ദേശിച്ച തഖ്വയുള്ള ജീവിതത്തെയും അതുപോലെ തന്നെ തൗബ ചെയ്യാനുള്ള പ്രേരണയും ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.